കോഴിക്കോട് ബേപ്പൂരിൽ സഹപാഠിയുടെ 36 പവൻ മോഷ്ടിച്ച പ്രതിയെ കേരളത്തിലെത്തിച്ചു. വിജയവാഡ സ്വദേശിനി സൗജന്യയാണ് പിടിയിലായത്. ബേപ്പൂർ സ്വദേശിനിയായ ഗായത്രിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോഴാണ് സ്വർണം അപഹരിച്ചത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. ആലോചിച്ച് നോക്കുക, ഒരു 36 പവൻ സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി കേരളത്തിലേക്ക് അതിഥിയായി കൊണ്ടുവന്ന ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതം തോന്നും. ജൂലൈ 17-നാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ബേപ്പൂർ സ്വദേശിനി ഗായത്രിയുടെ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. അതായത് തൻ്റെ ഒപ്പം ഒരുമിച്ച് PGക്ക് പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ആന്ധ്ര വിജയവാഡ സ്വദേശിനിയായിട്ടുള്ള സൗജന്യ എന്ന 24-കാരിയെ താമസിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് ഈ സഹപാഠിയുടെ വീട്ടിലെത്തിയ സൗജന്യ ഇത്തരത്തിൽ ഈ വീട്ടിൽ ഒരുപാട് സ്വർണ്ണമുണ്ട് എന്നറിഞ്ഞ് 36 പവൻ സ്വർണം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു. തുടർന്ന് ഫറോക്ക് പോലീസിൽ ഇവർ പരാതി നൽകുകയും ഫറോക്ക് പോലീസ് ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഈ പെൺകുട്ടി ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണമാകെ വിറ്റ് ഒരു ആഡംബര ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ അവരുടെ സ്ഥലത്ത് തന്നെ എത്തി പിടികൂടിയിരിക്കുകയാണ് പോലീസ്. തനിക്ക് ഗുജറാത്തിൽ പട്ടാളത്തിൽ ജോലി കിട്ടിയെന്നും ഇനി കോളേജിലേക്ക് വരില്ല എന്നും കോളേജ് അധികൃതരെ ബോധിപ്പിച്ച ശേഷമാണ്, അതായത് അവരെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഈ പ്രതി കടന്നു കളഞ്ഞത്. തുടർന്ന് ഈ സ്വർണ്ണമൊക്കെ വിറ്റ് ഒരു സുഖജീവിതം നയിച്ചു പോരുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലാവുന്നത്. എന്തായാലും ഒരു കേരളത്തിന്റെ മര്യാദ എന്നുള്ള നിലയ്ക്ക് ഒരു ആതിഥേയ മര്യാദ കാണിച്ച് തൻ്റെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥി ഇവിടേക്ക് കൊണ്ടുവന്ന ഗായത്രിക്ക് കിട്ടിയത് നല്ല എട്ടിന്റെ പണി തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.